ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ട്രംപിൻ്റെ താരിഫ് ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. 69 രാജ്യങ്ങളുടെ മേലുള്ള താരിഫ് റേറ്റുകൾ ഇന്നലെ ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ മേലെ 20-25% തന്നെയാണ്. ഈ അനൗൺസ്മെൻ്റ് നീജർക്ക് റിയാക്ഷൻ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടിരുന്നു. ഇന്ന് പക്ഷേ ഗ്ലോബലി എല്ലാ മാർക്കറ്റുകളും വീക്കാണ്. അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ S&P 500 നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, മെറ്റ പ്ലാറ്റ്ഫോം, ഒറാക്കിൾ, ബ്രോഡ്കോം, AMD, പാലന്റിയർ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ആഫ്റ്റർ അവേഴ്സിൽ ആപ്പിളിൻ്റെയും ആമസോണിൻ്റെയും Q2 റിസൾട്ടുകൾ വന്നിരുന്നു. ആപ്പിളിൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ചൈനീസ് സെയിൽസ് നല്ല രീതിയിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം ആമസോണിൻ്റെ റിസൾട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. ആമസോണിൻ്റെ സ്റ്റോക്ക് ആഫ്റ്റർ അവേഴ്സിൽ 2% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ആപ്പിളിൻ്റെ സ്റ്റോക്ക് 2% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നലെ മറ്റ് രാജ്യങ്ങളിലെ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റുകളാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിരുന്നു. ഒപ്പം നമ്മൾ യൂറോപ്പ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും വീക്കായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ വീക്കായിട്ട് ഓപ്പൺ ചെയ്ത് അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റിയിൽ മുന്നേറിയിരുന്നു മാർക്കറ്റ്. വീണ്ടും ക്ലോസിങ്ങിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വീക്ക് ഓപ്പണിംഗ് തന്നെയാണ്. ഓവറോൾ ഗ്ലോബൽ സിറ്റുവേഷൻ ഇന്നൊരു വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുന്നത്. അതിൻ്റെ മൈനർ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായേക്കാം. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അയൺ ഓർ സ്ലൈറ്റ്ലി ബെറ്ററാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3,290 പെർ ഔൺസിനാണ്. ഇന്നലെ 3,292 ആയിരുന്നു. ഇന്നലെ മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് റിപ്പോർട്ടുകളാണ് ഗോൾഡിൽ വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രഷറൊക്കെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് ഗോൾഡിൻ്റെ കാര്യത്തിൽ. ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 5,588.91 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിരുന്നു. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 6,372.71 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിരുന്നു. ഇന്ത്യൻ റുപ്പി ഇന്നലെ $1 അഗൻസ്റ്റ് ആയിട്ട് 87.55 രൂപ പെർ ഡോളറിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ താരിഫ് ഇമ്പാക്റ്റ് തന്നെയാണ് മൈനർ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. എൻജിനീയറിങ് എക്സ്പോർട്സ്, അതുപോലെ തന്നെ സ്റ്റീല്, അലുമിനിയം, ടെക്സ്റ്റൈൽ, അത് പ്രത്യേകിച്ച് അപ്പാരൽ എക്സ്പോർട്സ് ഒക്കെ ഉള്ള കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. പക്ഷേ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഇതൊക്കെ നമ്മുടെ എക്കണോമി അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സെക്ടറുകൾ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഇനീഷ്യൽ നീജർക്ക് റിയാക്ഷനൊക്കെ ഉണ്ടായേക്കാം. അതേസമയം ഗ്ലോബലി വലിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് പ്രഷറൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഇമ്പാക്റ്റും കൂടിയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ വളരെ ശോഭനാണ്. അതുകൊണ്ട് തന്നെ നിരാശയ്ക്കുള്ള വകയൊന്നുമില്ല ഈ താരിഫ് ഇമ്പാക്റ്റിൽ. മറിച്ച് ട്രംപ് അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതിലേക്ക് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നേക്കാം. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NCC 792 കോടി രൂപയുടെ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. ED അനിൽ അംബാനിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഓഗസ്റ്റ് 5 പഴയ ആർകോം റിലേറ്റഡ് കേസിൻ്റെ ഭാഗമായിട്ടാണ്. റിലയൻസ് ഇൻഫ്രയിലുള്ള പല അക്കൗണ്ടുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യനിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ ഒരു പക്ഷേ റിലയൻസ് ഇൻഫ്രയിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ SME IPOs 9 IPOs ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ IPOസും ഇന്നലെ വരെ സബ്സ്ക്രൈബ്ഡ് ആണ്. അതേസമയം മെയിൻ ബോർഡ് IPOസിൽ ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽറ്റി ലിമിറ്റഡ് 11.1 ടൈംസ് ഇന്നലെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. MB എഞ്ചിനീയറിംഗ് 3.11 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. NSDയിൽ 5.04 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ആദിത്യ ഇൻഫോടെക് 106.23 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അപ്പോൾ ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽറ്റി ലിമിറ്റഡ്, MB എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, NSDയിൽ ഈ 3 IPOസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന
ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലോങ് റണ്ണിൽ നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ, അതുപോലെ തന്നെ ലോങ് റണ്ണിൽ നല്ല റിട്ടേൺ കിട്ടാനും സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇന്നലെ ഓപ്പൺ ചെയ്ത പോലെ ഇന്ന് നമ്മൾ വീക്ക് ഓപ്പണിംഗ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വോളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല രീതിയിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.